മഗ്ദലക്കാരത്തി മറിയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു. മഗ്ദലക്കാരത്തി മറിയോട് ചോദിക്കുക, വാട്ട് വാസ് യുവർ പ്രോബ്ലം? നീ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? എന്തായിരുന്നു നിന്റെ പ്രശ്നം? അവൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തത്? വിശുദ്ധ ബൈബിൾ വായിച്ചാൽ അവിടെ ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ബൈബിൾ പറയുന്നു, അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും. മറിയ പറയും, ഞാൻ ഇവിടെ നിൽക്കാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. എൻ്റെ അകത്ത് 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. ഇനി എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ആ കാലത്ത് ഭൂതബാധയെ സൗഖ്യമാക്കുക എന്നത് ഇമ്പോസിബിൾ ആയിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീയോ പുരുഷനോ ഭൂതബാധയാൽ പിടിക്കപ്പെട്ട, നിങ്ങൾ ലഗ്യോനെ കുറിച്ച് വായിക്കുന്നു, അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ അടക്കുവാൻ കൂടാഞ്ഞു. വർഷങ്ങളോളം അവൻ ആ മലയിൽ പാർത്തു വരുന്നു. ലോകത്തിന് ഭീഷണിയായി. കാരണം അത് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു രോഗമല്ലായിരുന്നു. ഹല്ലേലൂയ. പനിയാണെങ്കിൽ മെഡിസിൻ കൊടുക്കാമായിരുന്നു, ഹാർട്ട് രോഗമാണെങ്കിൽ സൗഖ്യമാക്കാമായിരുന്നു. പക്ഷേ ഈ രോഗത്തെ ആർക്കും സൗഖ്യമാക്കാൻ പറ്റില്ല, ഭൂതബാധയെ സൗഖ്യമാക്കാൻ പറ്റില്ല. അങ്ങനെ ആർക്കെങ്കിലും ഭൂതബാധ പിടിച്ചാൽ ചരിത്രം പറയുന്നത് അവൻ ഒന്നുകിൽ പരീശന്മാരുടെ അടുക്കൽ, ശാസ്ത്രിമാരുടെ അടുക്കൽ, അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുവരും, പ്രാർത്ഥിക്കും, പോകും, സൗഖ്യമാകില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ചങ്ങലകളാൽ ബന്ധിച്ച് അല്ലെങ്കിൽ തുണികളാൽ ബന്ധിച്ച് ഏതെങ്കിലും ഇരുട്ട് റൂമുകളിൽ അടച്ചിടുന്നത് പതിവായിരുന്നു. കാരണം സൗഖ്യമാകില്ല. ഇതാർക്കും സഹായിക്കാൻ കഴിയാത്ത, മനുഷ്യന്റെ സഹായ പരിധിക്കും അപ്പുറമായൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഭൂതം ബാധിച്ചവളാണോ സൗഖ്യമാക്കാൻ കഴിയില്ല എന്നത് അന്ന് ഉറപ്പുള്ള കാര്യമായിരുന്നു. ബൈബിൾ പറയുന്നു, ഇവളുടെ അകത്ത് 7 ഭൂതങ്ങൾ, ഒന്നല്ല 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. മറിയ 7 ഭൂതം ബാധിച്ചവളായി പാർക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു, അവൾ പുരോഹിതന്മാരുടെ അടുക്കൽ പോയിട്ടുണ്ടാകാം, ശാസ്ത്രിമാരുടെ അടുക്കൽ പോയിട്ടുണ്ടാകാം, അവൻ പരീശന്മാരുടെ അടുക്കൽ പോയിട്ടുണ്ടാകാം, അവർ പ്രാർത്ഥിച്ചിട്ടുമുണ്ടാകാം. പക്ഷേ സൗഖ്യം വന്നില്ല. അവൾ ആ ബന്ധനത്തിനകത്ത് ദീർഘമായ വർഷങ്ങൾ കഴിഞ്ഞു. ദീർഘമായ വർഷങ്ങൾ മനുഷ്യന്റെ സഹായത്തെ പരിധിയുടെ അപ്പുറത്തേക്ക് അവൾ മാറിപ്പോയിരുന്നു. അവളെ സഹായിപ്പാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഒരു ദിവസം ഒരു മനുഷ്യൻ അവളുടെ അടുക്കൽ വന്നു. അവൻ്റെ പേര് യേശു എന്നായിരുന്നു. ബൈബിൾ പറയുന്നു, യേശു അവളിലെ 7 ഭൂതത്തെയും പുറത്താക്കി. ഹല്ലേലൂയ. അവൻ പരിധികളെല്ലാം കഴിഞ്ഞ് സഹായ പരിധിക്ക് അപ്പുറമായി അവളെത്തി. ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവളെത്തി. ഒരു മനുഷ്യനും അവളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലോട്ട് അവളെത്തി. അവൾ ആ ബന്ധനത്തിനകത്ത് കിടക്കുമ്പോൾ, ആർക്കും സഹായിപ്പാൻ കഴിയാതെ കിടക്കുമ്പോൾ, ഇതാ പരിധികളില്ലാത്തൊരു ദൈവം അവൾക്ക് വേണ്ടി ഇറങ്ങി വന്നു. അവന്റെ പേര് യേശു എന്നാണ്. മറിയ പറയും, ഞാൻ ഈ ക്രൂശിൻ്റെ അരികത്ത് നിൽക്കാൻ എനിക്കൊരു കാരണമുണ്ട്. എനിക്ക് മനുഷ്യനാൽ സഹായിക്കുവാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നത്തിനകത്ത് എൻ്റെ അമ്മയ്ക്കും അമ്മ സഹോദരങ്ങൾക്കും ചാർച്ചക്കാരുമെല്ലാം കണ്ണുകൊണ്ട് മാത്രം നോക്കി നിൽക്കാൻ കഴിയുമ്പോൾ, ഇതാ ഈ കാൽവരി കുരിശിൽ കിടക്കുന്നവനല്ലേ, അവൻ എന്നെ വിടുവിച്ചു. അവൻ എന്നെ വിടുവിച്ചു. ഇന്ന് രാത്രി മനുഷ്യന്റെ പരിധിക്കും അപ്പുറമായി കിടക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുമായി ഈ രാത്രി നീ ഹോളിനകത്തിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. മാനുഷിക സഹായങ്ങൾക്കും അപ്പുറമായി നിന്റെ പ്രശ്നങ്ങൾ എത്തി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ഒരു ഇൻഫ്ലുവൻസുകൾക്കും ഒരു മനുഷ്യനും ഒരു മെഡിസിനും എന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആ പരിധികളെ പൊളിച്ച് നിന്റെ സൗഖ്യമാക്കാൻ പരിധിയില്ലാത്തൊരു ദൈവം, പരിമിതികളില്ലാത്തൊരു ദൈവം ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ഇതിനകത്ത് ഇറങ്ങി വരികയാണ്.